റോഷ്നീസ് കിച്ചൺ വേൾഡിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി പഴമക്കാരുടെ ഇഷ്ടപ്പെട്ട ചക്കക്കുരു മാങ്ങായും കൂടെ കറി വെച്ചതാണ്. ഈ നോയമ്പ് സമയത്ത് ഈ കറിയൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കും. എൻ്റെ ഫാദറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഞാൻ ഇന്നുണ്ടാക്കിയെടുത്തത്. ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. കേരളീയരുടെ ഒരു പ്രധാനപ്പെട്ട കറിയാണ് ചക്കക്കുരും മാങ്ങായും കൂടെ കറി വെക്കുന്നത്. ഇന്ന് നമുക്കങ്ങനെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ കറി ഒന്ന് വെക്കുന്നതിന് അതിനായിട്ട് ഞാൻ 1 കപ്പ് ചക്കക്കുരു ചിരണ്ടി 4ആയിട്ട് കീറി 1 മാങ്ങായും എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിക്കകത്ത് വെക്കുന്നതാണ് രുചി കൂടുതൽ. മാങ്ങായും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 പച്ചമുളക് കീറി, 1 പിടി ഉള്ളി 2ആയിട്ട് പിളർന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് വേകാനായിട്ട് നമുക്ക് നെകക്കയിരിഞ്ഞ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ചക്കക്കുരു മാങ്ങായും ഒക്കെ ഒന്ന് നന്നായിട്ട് വേകണം. അതായത് അരപ്പ് ചേർക്കുമ്പം ഇത് നന്നായിട്ട് ഉടഞ്ഞിരിക്കണം, എന്നാലേ കറിക്ക് രുചി കൂടുതലുള്ളൂ. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു മാങ്ങായും കൂടെ വേകുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കാം. മിക്സിയിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. കറിക്കൊക്കെ ഇച്ചിരി കളർ വേണം, എന്നാലേ അത് കാണാനും ഒരു ഭംഗിയുള്ളൂ. 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കാം. വെള്ളമൊഴിച്ച് നല്ല വെണ്ണ പോലെ ഈ അരപ്പൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നല്ല വെണ്ണ പോലെ നമ്മൾ അരച്ചെടുത്തു. ഈ അരപ്പ് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചും കൂടി കൊടുക്കണം. നന്നായിട്ടൊരു തവി കൊണ്ട് ഉടച്ചു കൊടുക്കണം. കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി ഒന്ന് ഉടച്ചു കൊടുത്താൽ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഈ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. കാരണം ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് ഇനി നമ്മൾ അരപ്പൊഴിക്കുമ്പോഴത്തേക്ക് തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അരച്ചെടുത്ത അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ മിക്സി കഴിയുന്ന വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി, തിളപ്പിക്കരുത്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി കറി ഒന്ന് താളിച്ചും കൂടി എടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകിട്ട് പൊട്ടി ഉള്ളിയും കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി ഇട്ട് ഞാൻ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടച്ചു കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ വെച്ചിരുന്ന അതേ രുചിയിലാണ് ഞാനിന്ന് ചക്കക്കുരു മാങ്ങായും കറി വെച്ചെടുത്തിരിക്കുന്നത്. ആ മാങ്ങയുടെ ഒരു ചെറിയ മധുരവും പുളിയും നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. എല്ലാവർക്കും ഈ കറി വെക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഈ നോയമ്പ് സമയത്ത് ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.